ഹായ് ഫ്രണ്ട്സ്, ടാറ്റ നെക്സോൺ പെട്രോൾ വാഹനത്തിൻ്റെ ഓയിൽ കൂളർ പോയിട്ട് എൻജിൻ ഓയിൽ റേഡിയേറ്റർ വരികയും ആ ടാങ്ക് മൊത്തം ഓയിലും മിക്സായിട്ട് ഇതുപോലെ അവസ്ഥയായി. ഈ വാഹനം ഇനി ഓടിക്കഴിഞ്ഞാൽ ഓവർ ഹീറ്റായി എൻജിൻ പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. റേഡിയേറ്ററിൻ്റെ അവസ്ഥ കണ്ടോ? ഇതിലെല്ലാം ഓയിൽ വെള്ളവുമായിട്ട് മിക്സായിട്ട് ഇങ്ങനെ കുറുവി കിടക്കുകയാണ്. ഒരു കാരണവശാലും ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഓയിൽ കൂളർ. ഈ കൂളറിൻ്റെ ഒരു സൈഡിൽ കൂടെ ഓയിലും ഒരു സൈഡിൽ കൂടെ വെള്ളവും, അതായത് കൂളൻറ്റും സർക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് പൊട്ടൽ വീണിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ മിക്ക വാഹനങ്ങളിലും ഇപ്പോൾ നെക്സോൺ പെട്രോൾ അത് ചെറിയ കിലോമീറ്റർ ഓടിയാൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതൊരു പോരായ്മയാണ്. കണ്ടോ, ഈ വാഹനത്തിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊരു ചിലവ് വരുന്ന ഒരു കേസ് കൂടിയാണ്. കാരണം ഈ ബ്ലോക്കും എൻജിൻ ബ്ലോക്കും റേഡിയേറ്ററും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമേ നമുക്കത് പിന്നീട് ഈ അവസ്ഥ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഓയിൽ കൂളർ. ഈ കൂളറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഓയിലും വെള്ളവും കൂടി മിക്സായിട്ട് ഇതുപോലൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കംപ്ലൈൻറ്റ് വെച്ച് ഒരു കാരണവശാലും വാഹനം ഓടരുത്.